ഈശ്വര, കാലത്ത് തന്നെ നേരം വെളുത്തോ? എങ്ങോട്ടാണോ ഈ കിട്ടിപ്പൊതിഞ്ഞോണ്ട് പോകുന്നത്? നോക്കാം. ചെറുതായിട്ടൊരു സ്റ്റെപ്പ് ഇട്ടേക്ക് ഒരു വഴി വരെ പോകുന്നതല്ലേ. അതെ, അങ്ങനെ ഓട്ടവണ്ടിക്ക് ശേഷം തീവണ്ടിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതാണ് തിരുവനന്തപുരം. അങ്ങനെ ഞാൻ പോയി റെഡിയായി കാറിലിരുന്നപ്പോഴാണ് മനസ്സിലായത് ഇവരെന്നെ കെട്ടിപ്പെറുക്കി സൂയിലോട്ടാ കൊണ്ടുവന്നെന്ന്. അങ്ങനെ സൂ എത്തി. ദൈവമേ, നടന്നിട്ടും തീരുന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കയറി ഒരു കുരങ്ങ കുഞ്ഞിനെ കണ്ട്. ഇതെന്താ കുരങ്ങ ഫുല്ലാങ്കുഴലൊക്കെ പിടിച്ചിരിക്കുന്നേ? എന്തായാലും ഒന്ന് നോക്കിയേക്കാം. ഇതാണ് പശൂമ്പ. ഉയ്യോ, കുത്തണ പശൂമ്പ. എൻ്റെ കണ്ണങ്ങ് തെള്ളി ഞാൻ അടുത്ത സ്ഥലത്തോട്ട് പോവാൻ. അങ്ങനെ നടന്നെ കാക്കി മുമ്പേ കാണിക്കാനും പറഞ്ഞിരുത്തിയാളാം. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ച്, ഇവർക്കൊക്കെ ഒരു സ്നഗി ഇട്ടൂടെ? അങ്ങനെ കാക്ക കാണാത്ത വിഷമത്തെയാണെന്ന് ചിണുങ്ങി. ആരും മൈൻഡ് ചെയ്യാൻ. പിന്നെ വേറെന്തോ ഒരു വലിയ കാക്ക പോലത്തെ ഒരു വെളുത്ത സാധനത്തെ എന്നെ കാണിച്ചു. അങ്ങനെ അടുത്ത് വന്ന് ഞാനെൻ്റെ മാൻ കുഞ്ഞിനെ കണ്ടു. മാൻ ഇറച്ചി റെഡി. അങ്ങനെ അവിടുന്ന് ഇതെല്ലാം കണ്ട് എന്നെ കണ്ണൻ തള്ളി ഞാൻ കാറ് കയറും. ഞാൻ ഇത്തിരി നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് വെച്ചിരുന്ന സമ്മതിക്കുക. ബാക്കിട്ട് തുള്ളു അല്ലേ ഞാൻ. അങ്ങനെ ഞങ്ങളെ കഥയൊക്കെ പറഞ്ഞ് വീടെത്തി റെഡിയായി. പിന്നെ തുള്ളി കേട്ടോ. എനിക്ക് വയ്യ എത്രയെന്ന് വെച്ച് ഡാൻസ് കളിക്കുന്നത്. അങ്ങനെ തുള്ളി പിന്നെ തിരിച്ചുള്ള യാത്രയാണ്. പിന്നെയും തുള്ളി എന്റെ മനസ്സു എന്തോന്ന് ലയിച്ചു വരുമായിരുന്നു. അപ്പത്തേക്ക് തടങ്ങി കളഞ്ഞ് ഒന്നോടൊന്ന് പിടിച്ചു നോക്കിയേക്കാം. എന്താ നീ കാണിക്കുന്നേ? ഇനി അമ്മരിവിന് കുറച്ച് നേരം ഹാർമോണിയം വായിച്ചേക്കാം. ഒന്നുകൂടെ നോക്കിയേക്കാം. ഈ ഓട്ട് പിടിച്ചോ. എന്നാ കുറച്ച് സ്നേഹം വന്നേ. അങ്ങനെ തുള്ളി ഞാൻ വീടെത്തി.